നമസ്കാരം. ഇന്ന് ഫെബ്രുവരി 21 ലോക മാതൃഭാഷാ ദിനം. അമ്മ എന്ന് ആദ്യം ഉച്ചരിച്ച ഭാഷ, മുത്തശ്ശി കഥകൾ പറഞ്ഞു തന്ന ഭാഷ, അറിവിന്റെ ആദ്യ പാഠങ്ങൾ പഠിപ്പിച്ചു തന്ന ഭാഷ, അതാണ് മാതൃഭാഷ, നമ്മുടെ മലയാളം. മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ, മർത്തിന്നു പെറ്റമ്മ തൻ ഭാഷ തൻ. അതെ, സ്വന്തം ഭാഷയെ പെറ്റമ്മയായും മറ്റുള്ള ഭാഷകളെ പോറ്റമ്മയായും കാണിക്കുന്ന ഈ വരികൾ വള്ളത്തോൾ രചിച്ചതാണ്. ഒരു കുഞ്ഞ് ആദ്യമായി ഉച്ചരിക്കുന്നത് മാതൃഭാഷയാണ്. മാതൃഭാഷയിൽ അറിവ് നേടുക എന്നത് ഓരോ വ്യക്തിയെയും സംബന്ധിച്ച ആവശ്യമാണ്. മനുഷ്യ മനസ്സിന്റെ വികാര വിചാരങ്ങളും ആശയധാരകളും സ്വഭാഷയിലൂടെ മാത്രമേ ഏറ്റവും മനോഹരമായി ആവിഷ്കരിക്കുവാൻ സാധിക്കുകയുള്ളൂ. 2000 വർഷത്തോളം പഴക്കവും പാരമ്പര്യവും അവകാശപ്പെടാവുന്ന നമ്മുടെ മലയാള ഭാഷയുടെ ഇന്നത്തെ അവസ്ഥ ആരെയും ലജ്ജിപ്പിക്കും. ഭരണകേന്ദ്രങ്ങളിൽ, കോടതികളിൽ, വിദ്യാഭ്യാസ കേന്ദ്രങ്ങളിൽ ഇന്നും മലയാളത്തിന്റെ പ്രാധാന്യം കുറഞ്ഞു വരുന്നു. സ്വാതന്ത്ര്യം കിട്ടിയിട്ട് അരനൂറ്റാണ്ട് പിന്നിട്ടിട്ടും കേരളത്തിന്റെ ഭരണഭാഷ ഇന്നും ഏറെക്കുറെ ഇംഗ്ലീഷിൽ തന്നെയാണ്. വിദേശ ഭരണം പോയി തദ്ദേശ ഭരണം തുടങ്ങിയിട്ടും ആലപ്പുഴ ആലപ്പിയായും കോഴിക്കോട് കാലിക്കറ്റായും ഈ അടുത്ത കാലം വരെ നിലനിന്നിരുന്നു. ജനിക്കും തൊട്ടൻ മകൻ ഇംഗ്ലീഷ് പഠിക്കണം, അതിനായി ഭാര്യ തൻ പേരങ് ഇംഗ്ലണ്ടിലേക്കാക്കി ഞാൻ എന്ന കുഞ്ഞുണ്ണി മാഷിന്റെ വരികൾ മലയാളിയുടെ പൊങ്ങച്ചത്തിന്റെയും മിഥ്യാധാരണകളുടെയും തൊലിക്കട്ടിക്കും ഇന്നും വരെ ഒരു പോറൽ പോലും ഏൽപ്പിച്ചിട്ടില്ല. മഹത്തായ ഭാഷയും അതിന്റെ സംസ്കാരവും അംഗീകരിക്കപ്പെട്ടതിൽ നമുക്ക് അഭിമാനിക്കാം. ഈ അവസരത്തിൽ മലയാള ഭാഷയുടെ പിതാവായ തുഞ്ചത്ത് എഴുത്തച്ഛനെ ഓർമ്മിപ്പിച്ചുകൊണ്ട് എൻ്റെ എളിയ പ്രസംഗം ഞാൻ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം.